അതിസമ്പന്നരുടെ ആസ്തികൾക്ക് 1% വെൽത്ത് ടാക്സ് ഏർപ്പെടുത്തുവാനുള്ള ആവശ്യവുമായി യുകെയിലെ രണ്ടാമത്തെ വലിയ ട്രേഡ് യൂണിയനായ യുണൈറ്റ്. പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ 10% വരെയുള്ള വേതന വർധനവിനും ഉയർന്നു വരുന്ന NHS ഒഴിവുകൾക്കുമായി ഈ ധനം ഉപയോഗിക്കാമെന്നും ട്രേഡ് യൂണിയൻ അഭിപ്രായപ്പെട്ടു. ബ്രൈറ്റണിൽ നടക്കാനിരിക്കുന്ന ട്രേഡ്സ് യൂണിയൻ കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി പ്രമേയങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ ആവശ്യം സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഒക്ടോബർ 30-ന് ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ആദ്യ ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പൊതുസേവനങ്ങൾക്കായി പ്രതിവർഷം 25 ബില്യൺ പൗണ്ട് സമാഹരിക്കുന്നതിനും ചെലവ് ചുരുക്കൽ ഒഴിവാക്കുന്നതിനുമായി പണയപ്പെടുത്തിയ സ്വത്തുക്കൾ ഒഴികെ 4 മില്യൺ പൗണ്ടിൽ കൂടുതൽ ആസ്തികൾക്ക് 1% നികുതി ചുമത്തുവാനാണ് യുണൈറ്റഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 6 പൗണ്ട് മില്യൺ ആസ്തിയുള്ള ഒരാൾക്ക് 4 പൗണ്ട് മില്യൺ പരിധിക്ക് മുകളിലുള്ള 2 പൗണ്ട് മില്യണിന് 1% നികുതി ചുമത്തും. യുകെയിലെ ഏറ്റവും സമ്പന്നരായ 50 കുടുംബങ്ങൾ ഏകദേശം 500 ബില്യൺ പൗണ്ടോളം ആസ്തിയുള്ളവരാണെന്ന് യുണൈറ്റഡ് പറയുന്നു. യുണൈറ്റഡിന്റെ ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം തകർന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ നികുതിയുടെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തു. 2019-ലെ ലേബർ പാർട്ടിയുടെ പ്രധാന ദാതാക്കളായ യുണൈറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രധാന പട്ടികയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും എണ്ണ വാതക മേഖലയിലെ ജോലികൾക്കും വേണ്ടത്ര സംരക്ഷണം നൽകിയില്ല എന്ന് വിമർശിച്ചുകൊണ്ട് സംഭാവനകൾ നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.